എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2013 സെപ്റ്റംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയിലെ അറബിക്കിൻ്റെ ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അറബിക്കിൻ്റെ മൊത്തം ചോദ്യങ്ങൾ 80 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പ്രയാസമായതുകൊണ്ട് പെഡഗോജി മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പെഡഗോജിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 121 മുതൽ 150 വരെയാണ്, അഥവാ മൊത്തം 30 ചോദ്യങ്ങളാണ് പെഡഗോജി സംബന്ധമായിട്ടുണ്ടാവുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 121. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. അത് സൂറത്ത് ആലി ഇമ്രാനിലെ 159 ആയത്താണിത്. ഇതിൻ്റെ അർത്ഥം നോക്കാം. വലൗ കുന്ത, നീ ആയിരുന്നുവെങ്കിൽ, ഫല്ലൻ, പരുഷപ്രകൃതനായിരുന്നുവെങ്കിൽ, ഗലീലൽ ഖൽബി, കഠിന മനസ്കനായിരുന്നുവെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കൾ പരുഷപ്രകൃതനും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലൻ ഫല്ലു, അവർ പിരിഞ്ഞു പോകുമായിരുന്നു, മിൻ ഹൗലിക, നിന്റെ ചുറ്റുനിന്നും. നിന്റെ സ്വഹാബികൾ നിന്റെ ചുറ്റുനിന്നും പിരിഞ്ഞു പോകുമായിരുന്നു, താങ്കൾ കഠിന ഹൃദയനും പരുഷനുമായിരുന്നുവെങ്കിൽ. അതുകൊണ്ട് ഫഅഫു അൻഹും, ഫഅഫു, നീ മാപ്പേകുക, അൻഹും, അവർക്ക്, വസ്തഗ്ഫിർ ലഹും, വസ്തഗ്ഫിർ, നീ പാപമോചനം തേടുക, ലഹും, അവർക്ക് വേണ്ടി. വശാവിർഹും, വശാവിർ, നീ കൂടിയാലോചിക്കുക, ഹും, അവരുമായിട്ട്, അവരുമായി നീ കൂടിയാലോചന നടത്തുക, ഫിൽ അംരി, കാര്യങ്ങളിൽ. ഈ ആയത്ത് അൽ ആയത്തുൽ കരീമ തുഷീറു ഇലാ നദരിയത്തിൻ തർബവിയ ഹദീസ. അൽ ആയത്തുൽ കരീമ, ഈ ആയത്ത്, തുഷീറു, അത് സൂചിപ്പിക്കുന്നു, ഇലാ നദരിയത്തിൻ തർബവിയ ഹദീസ, ഇലാ നദരിയത്തിൻ, ഒരു സിദ്ധാന്തത്തിലേക്ക്, സിദ്ധാന്തത്തെ, തർബവിയ, വിദ്യാഭ്യാസപരമായ, ഹദീസ, ആധുനിക, ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തം. ഇത് ഒരു ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തത്തെ സൂചിപ്പിക്കുന്നു ഈ ആയത്ത്. അത് തതമസ്സലുഫി, അത് ആ സിദ്ധാന്തം നമുക്ക് എവിടെയാണ്, ഈ 4 ഓപ്ഷനുകൾ എവിടെയാണ് നമുക്കത് കാണാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ഈ ആയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയം ഒരു ആധുനിക വിദ്യാഭ്യാസ സിദ്ധാന്തവുമായിട്ട് യോജിച്ചിട്ടുള്ളതാണ്. ആ സിദ്ധാന്തം ഏത് ഓപ്ഷനിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ജീം എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. ഇഹ്തിറാം വുജൂദ് ത്വാലിബി വഹുവിയതഹു അസ്നാ അമലിയത്തി തദ്രീസ്. ഇഹ്തിറാം, ആദരിക്കുക, വുജൂദ് ത്വാലിബി, വിദ്യാർത്ഥിയുടെ അസ്തിത്വം, വുജൂദ് എന്നാൽ അസ്തിത്വം, അത്വാലിബി, വിദ്യാർത്ഥിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുക, ആദരിക്കുക, വഹുവിയതഹു, അവന്റെ ഐഡന്റിറ്റിയും, അസ്നാ, ഇടയിൽ, അമലിയത്തെ തദ്രീസ്, പഠന പ്രവർത്തനത്തിനിടയിൽ വിദ്യാർത്ഥിയുടെ അസ്തിത്വവും അവന്റെ ഐഡന്റിറ്റിയും ആദരിക്കുക. അതാണ് ഈ ആധുനിക സിദ്ധാന്തം. ഇതുമായിട്ടാണ് ഈ ആയത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ജീം എന്ന ഓപ്ഷനാണ് ശരി. 122. മുഅ്ലമു മുസൽസലാത്തിൻ താരിഖിയ്യ ഫിൽ അറബിയ്യ തുബസ്സു ബിൽ അറബിയ്യ അൽ ഫുസ്ഹ ലിദാ ലഹാ അഹ്മിയത്തുൻ ഫി മജാലി തഅലീമി ലുഗത്തിൽ അറബിയ്യ ഫി ബിലാദിന മിൻ ഹൈസു അന്നഹാ മുഅ്ലം, ഭൂരിപക്ഷം, മുസൽസലാത്തുൻ, സീരിയലുകൾ, സീരീസുകൾ അല്ലെങ്കിൽ സീരിയലുകൾ, താരിഖിയ്യ, ചരിത്ര സീരിയലുകൾ, ഫിൽ അറബിയ, അറബി ഭാഷയിലുള്ള ചരിത്ര സീരിയലുകൾ, തുബത്തു, സംപ്രേഷണം ചെയ്യപ്പെടുന്നു, ചാനലുകളിലൊക്കെ സംപ്രേഷണം ചെയ്യപ്പെടുന്നു, ബിൽ അറബിയത്തിൽ ഫുസ്ഹ, ശുദ്ധമായ അറബി ഭാഷയിൽ. നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന രൂപത്തിലുള്ള ശുദ്ധമായ അറബി ഭാഷയിലാണ് അറബി ചാനലുകളിൽ ചരിത്ര സീരിയലുകളൊക്കെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. ലീത, അതിനാൽ, ലഹ, അതിനുണ്ട്, ഈ സീരിയലുകൾക്കുണ്ട്,
ഈ ചരിത്ര സീരിയലുകൾക്കുണ്ട് അഹ്മിയത്തുൻ, പ്രാധാന്യമുണ്ട്. ഫി മജാലി തഅലീമിൽ ലുഗത്തിൽ അറബിയ ഫി ബിലാദിന, നമ്മുടെ നാട്ടിലെ അറബി ഭാഷാ പഠന മേഖലയിൽ, ഫി മജാലി മേഖലയിൽ, തഅലീമി പഠന, അല്ലുഗത്തിൽ അറബിയ അറബി ഭാഷാ പഠന, ഫി ബിലാദിന നമ്മുടെ നാട്ടിലെ അറബി ഭാഷാ പഠന മേഖലയിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അഥവാ ഇതിനെ നമുക്ക് ഉപയോഗിക്കാം. മിൻ ഹൈതു, എങ്ങനെയാണ്? അന്നഹ, തീർച്ചയായും അത്, ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഈ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന രൂപത്തിലുള്ള ശുദ്ധമായ അൽ അറബിയ അൽ ഫുസ്ഹ ആയിട്ടുള്ള അറബി ഭാഷയിലാണ് ഈ ചരിത്ര സീരിയലുകളൊക്കെ അറബി ചാനലുകളിൽ വരുന്നത്. അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് ചോദ്യം. ഒന്ന് നോക്കാം. തുസായിദു തുല്ലാബ് അല ഫഹ്മി താരിഖ് അൽ അറബി ബിസുഹൂല. തുസായിദു, അത് സഹായിക്കുന്നു, ആ തുല്ലാബ് വിദ്യാർത്ഥികളെ, അല ഫഹ്മി മനസ്സിലാക്കുവാൻ, താരിഖ് അൽ അറബി അറബി ചരിത്രം, ബിസുഹൂലത്തിൻ എളുപ്പത്തിൽ അറബി ചരിത്രം പഠിക്കാൻ അത് ഉപകാരപ്പെടും. അത് ശരിയാണ്, ഉപകാരപ്പെടും. പക്ഷെ ഇവിടെ അതല്ല, നമ്മൾ അറബി ഭാഷാ പഠനത്തിന് എങ്ങനെ ഉപകാരപ്പെടും എന്നതല്ല ഇവിടെ ചോദ്യം. അതുകൊണ്ട് ഇതല്ല ഉത്തരം. അറബി ചരിത്രം പഠിക്കാൻ പറ്റും എന്നല്ലല്ലോ ഭാഷ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ പറയേണ്ടത്. ഇനി അടുത്ത നോക്കാം. തുസഹീലു തുല്ലാബ് ഇല തഅറുഫ് അൻ ബിഅത്തിൽ അറബിയ. തുസഹീലു, അത് എളുപ്പമാക്കും, തുല്ലാബ വിദ്യാർത്ഥികൾക്ക്, ഇല തഅറുഫ് അറിയാൻ എളുപ്പമാക്കും, അൻ ബിഅത്തിൽ അറബിയ അറബി പരിസ്ഥിതിയെ കുറിച്ച്. അതുമല്ല. ഇനി അടുത്ത നോക്കാം. തഖ്തലിഖു ശുഊറുൽ ഇഅ്തിസാസ് ബിൽ സഖാഫത്തിൽ അറബിയ ഫീ നുഫൂസി തുല്ലാബ്. തഖ്തലിഖു, അത് ഉണ്ടാക്കും, ശുഊറുൽ ഇഅ്തിസാസ്, ഒരു അഭിമാന ബോധം ഉണ്ടാക്കും, ബി സഖാഫത്തിൽ അറബിയ അറബി സംസ്കാരത്തെ കുറിച്ചുള്ള ഒരു അഭിമാന ബോധം ഉണ്ടാക്കും, ഫീ നുഫൂസി തുല്ലാബ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ. അതാണോ? അതും അറബി സംസ്കാരത്തെ കുറിച്ചുള്ള അഭിമാന ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അത് അറബി ഭാഷാ പഠനവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുണ്ടാവുക ഏതാണ്? ശരിയായിട്ടുണ്ടാവുക ഈ അവസാനത്തായിരിക്കും, നമുക്ക് ഉറപ്പിക്കാം. എന്താ? വായിച്ചു നോക്കാം. തവഫുർ ഫുർസുൽ ഇസ്തിമാ വൽ മുതാബഅ ബിൽ ലുഗത്തിൽ ഖിയാസിയ ബി മുഹാദസാതിഹാ അൽ മുതനവ്വിഅ. തവഫുർ ലഭിക്കും, ഫുറസ് അവസരങ്ങൾ ലഭിക്കും, അൽ ഇസ്തിമാ കേൾക്കാൻ അവസരം ലഭിക്കും അല്ലെ? നല്ല അറബി ഭാഷ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ തന്നെ ഈ സീരിയലുകളുടെ സംഭാഷണത്തിൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. അതുവഴി നമുക്ക് അറബി ഭാഷ നന്നായി പഠിക്കാൻ സാധിക്കുമല്ലോ. വൽ മുതാബഅ ഫോളോ അപ്പ് ചെയ്യാനും, ബിൽ ലുഗത്തിൽ ഖിയാസിയ അടിസ്ഥാന ഭാഷയിൽ, ബി മുഹാദസാതിഹാ അൽ മുതനവ്വിഅ. അപ്പോൾ ഈ സീരിയൽ ഇങ്ങനെ കാണുമ്പോൾ അതിൽ ആളുകളുടെ സംഭാഷണങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതുവഴി അറബി ഭാഷ നന്നായിട്ട് പഠിക്കാൻ സാധിക്കും. അത് അറബി ഭാഷാ പഠനത്തിന് അത് ഉപകാരപ്പെടും. അപ്പോൾ ദാല് എന്ന ഇതാണ് ശരിയായ ഓപ്ഷൻ. 123 ഖളിയത്തുൻ തതളമ്മനു ബിൽ മൻഹജ് ദിറാസി അൽ ഹാലി ഫി കൈരല. ഖളിയത്തുൻ, ഒരു ഇഷ്യൂ, ഒരു പ്രോബ്ലം, തതളമ്മനു ഉൾക്കൊള്ളുന്ന, ബിൽ മൻഹജ് ദിറാസി പാഠ്യപദ്ധതിയിൽ ഉൾക്കൊള്ളുന്ന, അൽ ഹാലി ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിലവിലെ പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ഇഷ്യൂ. ഫി കേരള, കേരളത്തിലെ നിലവിലെ പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്ന ഒരു ഇഷ്യൂ ഏതാണ്? 1 അദമുൽ ഇസ്തിഖറാർ ഫി അസ്ആരിൽ മവാദിൽ ഗിദാഇയ വൽ ഖളറവാത്ത്. അദമുൽ ഇസ്തിഖറാർ, ഉറച്ചു നിൽക്കാതിരിക്കുക അഥവാ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഫി അസ്ആർ, വില, അൽ മവാദ് വസ്തുക്കളുടെ, അൽ ഗിദാഇയ ഭക്ഷണ വസ്തുക്കളുടെ വിലയിൽ, വൽ ഖളറവാത്ത് അതുപോലെ പച്ചക്കറികളുടെയും ഭക്ഷണ വസ്തുക്കളുടെയും വിലയിലുള്ള ചാഞ്ചല്യം, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ബ ഇൻഖിഫാദ് ഖീമത്തുൽ ഉംലത്തിൽ മഹല്ലിയ വ നുഖ്സാൻ ഫിൽ ഇൻതാജ് സിറാഇ. ഇൻഖിഫാദ് കുറയ, ഖീമത്ത് മൂല്യം, അൽ ഉംലത്തുൽ മഹല്ലിയ പ്രാദേശികമായ നാണയത്തിന്റെ അഥവാ ഇന്ത്യൻ രൂപയുടെ വില ഇടിയുക, വ നുഖ്സാൻ നഷ്ടം, ഫിൽ ഇൻതാജ് ഉൽപാദനത്തിൽ, അസ്സിറാഇ കാർഷികോൽപാദനത്തിലെ കുറവ്. നുഖ്സാൻ എന്ന് പറഞ്ഞാൽ കുറവ് അല്ലെങ്കിൽ നഷ്ടം എന്ന് പറയാം, ഇവിടെ കുറവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ കാർഷികോൽപാദനത്തിലെ കുറവ്, ഇത് ഇവിടെ രണ്ടെണ്ണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. ഇത് പാഠപുസ്തകത്തിലെ നമ്മളെ മനഹജു ദിറാസിയിലെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അല്ല, ഇതും അല്ല. അദമു തമദ്ദുൻ വസ്വിനാഅ മഅ സ്വദാഖതി ബിൽ ബീഅതി. അദമു തമദ്ദുൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം. അദമു തമദ്ദുൻ നഗരവൽക്കരണം ഇല്ലായ്മ അല്ലെങ്കിൽ നഗരവൽക്കരണത്തിനെതിരെ. വസ്വിനാഅ അതുപോലെ വ്യാവസായിക വൽക്കരണത്തിനുമെതിരെ. മഅ സ്വദാഖതി ബിൽ ബീഅതി, സ്വദാഖത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദം, ബിൽ ബീഅതി പരിസ്ഥിതി സൗഹൃദ സമീപനം സ്വീകരിക്കുക നഗരവൽക്കരണത്തിനും വ്യാവസായിക വൽക്കരണത്തിനുമെതിരെ. ഇത് നമ്മളെ പാഠപുസ്തകത്തിൽ ഉള്ള ഒരു ഇഷ്യൂ ആണ്. അത് മൻഹജു ദിറാസി അൽ ഹാലി നിലവിലെ പാഠ്യപദ്ധതിയിലെ ഒരു ഇഷ്യൂ ആണ് ഇത് നമ്മളെ പാഠപുസ്തകങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ജീമാണ് ഇതിന്റെ ഉത്തരം. 124 വസീലത്തുൽ ലിതഖീമിൽ മുസ്തമിർ അൽ മുസ്തവഅബ്. വസീലത്തുൻ മാർഗം, ലിതഖീമി ഇവാലുവേഷൻ ഉള്ള, അൽ മുസ്തമിർ കണ്ടിന്യൂസ്, അൽ മുസ്തവഅബ് കോംപ്രിഹെൻസീവ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ അഥവാ CCE. തഖീം എന്നാണ് ഇവാലുവേഷൻ, മുസ്തമിർ എന്നാണ് കണ്ടിന്യൂസ്, മുസ്തവഅബ് എന്നാണ് കോംപ്രിഹെൻസീവ് അഥവാ CCE എന്നതിന്റെ അറബി ഇങ്ങനെയാണ്, തഖീമുൽ മുസ്തമിർ അൽ മുസ്തവഅബ്. അതിനുള്ള ഒരു മാർഗം ഏതാണ് എന്നാണ് ചോദ്യം. ഒന്ന് മുഹാദറത്തുൽ മുഅല്ലിം, അധ്യാപകന്റെ പ്രസംഗം. മുഹാദറ പ്രസംഗം, അൽ മുഅല്ലിമി അധ്യാപകന്റെ, അതാണോ? അല്ല. അൽ ഇംതിഹാൻ പരീക്ഷ, അസ്സനവി വാർഷിക പരീക്ഷ, അതാണോ? അതുമല്ല. അൽ മഷ്റൂ പ്രൊജക്റ്റ്, അൽ കിതാബുൽ മുഖറർ ടെക്സ്റ്റ് ബുക്ക്. ഇതിലേതാണ് CCEക്കുള്ള ഒരു വസീല, ഒരു മാർഗം ഏതാണ്? ജീമാണ് ഉത്തരം, അതായത് പ്രൊജക്റ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം തന്നെ നോക്കാം. التقويم الدراسي الجيد لا يلزم أن يتصف ب. التقويم ടെസ്റ്റ്, الدراسي പഠന ടെസ്റ്റ്, അൽ ജയ്യിദ് നല്ല ഒരു മികച്ച പഠന ടെസ്റ്റിന് ലാ യൽസിമു നിർബന്ധമില്ല, അൻ യത്തസിഫ ബി അതിന് ഇപ്പൊ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഒരു ഗുണം ഉണ്ടാവണമെന്നില്ല. അതേതാണ്? അഥവാ 3 എണ്ണം, താഴെയുള്ളതിൽ 3 എണ്ണം ഒരു നല്ല ടെസ്റ്റിനുണ്ടായിരിക്കേണ്ടുന്ന ഗുണമാണ്. ടെസ്റ്റ് അഥവാ പരീക്ഷ, ഒരു പരീക്ഷ നടത്തുമ്പോൾ അതിനുണ്ടായിരിക്കേണ്ടുന്ന 3 ഗുണങ്ങളിൽ പറയുന്നുണ്ട്. 4-മത്തത് അതിൻ്റെ ഗുണം, അത്യാവശ്യ ഗുണമല്ല. ഏതാണത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. 1-മത്തത് അസ്സബാത്ത്. സബാത്ത് എന്നാൽ എന്താണ്? സബാത്ത് എന്നാൽ വാലിഡിറ്റി, അസ്സബാത്ത് സ്ഥിരത. അസ്വിദ്ഖ് റിലയബിലിറ്റി. അൽ ജമാൽ സൗന്ദര്യം. അശുമൂലിയ കോംപ്രിഹെൻസീവ്നെസ്. ഒന്നുകൂടി പറയാം. അസ്സബാത്ത് എന്നാൽ വാലിഡിറ്റി, അസ്വിദ്ഖ് എന്നാൽ റിലയബിലിറ്റി, അശുമൂലിയ എന്നാൽ കോംപ്രിഹെൻസീവ്നെസ്. ഇത് 3 ആണ് ഇതിൽ വേണ്ടത്. വേണ്ടാത്തത് ഏതാണ്? അൽ ജമാൽ സൗന്ദര്യമാണ്. അപ്പൊ ജീമാണ് ഇതിന്റെ ഉത്തരം. 126 വാഹിദത്തുൻ മിനൽ ആതിയ അമലിയത്തുൻ തഖ്വീമിയത്തുൻ ലിമഅരിഫത്തി മിൽകത്തി ത്വാലിബി ഫി തഅലീഫിൽ ഇബ്ദാഇ. വാഹിദത്തുൻ 1, മിനൽ ആതിയ താഴെയുള്ളവയിൽ 1, അമലിയത്തുൻ തഖ്വീമിയത്തുൻ അതൊരു ഇവാലുവേഷൻ പ്രക്രിയയാണ്, ഒരു വിലയിരുത്തലാണ്. ലിമഅരിഫത്തി അറിയാൻ വേണ്ടിയിട്ടുള്ള. മിൽക്കത്ത് എന്നാൽ ടാലന്റ് കഴിവ്. അത്വാലിബി വിദ്യാർത്ഥിയുടെ കഴിവ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് താഴെയുള്ളതിൽ 1. എന്ത് കഴിവ് അറിയാൻ വേണ്ടിയുള്ള? ഫി തഅലീഫി രചനയിൽ, അൽ ഇബ്ദാഇ സർഗാത്മക രചനയിൽ ഒരു കുട്ടിയുടെ കഴിവ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിലയിരുത്തൽ പ്രവർത്തനമാണ് താഴെയുള്ളതിൽ 1. അതേതാണ്? നമുക്ക് നോക്കാം. 1-മത്തെ അലിഫ് എന്ന ഓപ്ഷൻ. കവ്വിൻ ബഅദൽ കലിമാത്ത് ബിസ്തിഖ്ദാമിൽ ഹുറൂഫ്. കവ്വിൻ ഉണ്ടാക്കുക,
ബഅദ് ചില, അൽ കലിമാത്ത് വാക്കുകൾ ഉണ്ടാക്കുക, ചില വാക്കുകൾ ഉണ്ടാക്കുക, ബിസ്തിഖ്ദാമി ഉപയോഗിച്ചുകൊണ്ട്, അൽ ഹുറൂഫ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില വാക്കുകൾ ഉണ്ടാക്കുക എന്ന ചോദ്യം കുട്ടിക്ക് കൊടുത്താൽ കുട്ടിയുടെ സർഗാത്മക രചന നമുക്ക് അളക്കാൻ സാധിക്കുമോ? ഇനി റത്തിബിൽ കലിമാത്ത് ഹത്താ തകൂന ജുംലതൻ, റത്തിബ് തർത്തീബാക്കുക അഥവാ ക്രമീകരിക്കുക, അൽ കലിമാത്ത് വാക്കുകളെ, ഹത്താ തകൂന ആവുന്നത് വരെ, ജുംലതൻ ഒരു സെന്റൻസ് ആവുന്നത് വരെ, എന്നാൽ വാക്കുകൾ ചേർത്തുകൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. ഉക്തുബ് റിസാലത്തൻ ഇലാ അഖീക ഫി ദുബൈ, ഉക്തുബ് നീ എഴുതുക, റിസാലത്തൻ ഒരു കത്ത് എഴുതുക, ഇലാ അഖീക നിന്റെ സുഹൃത്തിന്, ഫി ദുബൈ ദുബായിലുള്ള നിന്റെ സുഹൃത്തിന് ഒരു കത്ത് എഴുതുക. മയ്യിസ് അത്തസ്രീഹാത്ത് അൽ സ്വഹീഹ വൽ ഖാത്തിഅ, മയ്യിസ് വേർതിരിക്കുക, അത്തസ്രീഹാത്ത് പ്രസ്താവനകൾ, അസ്വഹീഹ ശരിയായ പ്രസ്താവനകളും, വൽ ഖാത്തിഅ തെറ്റായ പ്രസ്താവനകളും. അപ്പോൾ ഒരു കുട്ടി സ്വന്തം ചിന്ത ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു കുട്ടി ഇതിൽ ഏതാണ് ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അത് ജീം എന്ന ഓപ്ഷനിലുള്ളതാണ്. ഉക്തുബ് റിസാലത്തൻ ഇലാ അഖീക ഫി ദുബൈ, ദുബായിലുള്ള നിന്റെ സഹോദരന് ഒരു കത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ആ കുട്ടി സ്വന്തമായിട്ട് ആലോചിച്ച് എഴുതുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് ചിന്തിക്കാനും സ്വന്തമായി എഴുതാനുള്ള സ്വാതന്ത്ര്യം അതിൽ ലഭിക്കുന്നു. അതുകൊണ്ട് അതാണ് ജീമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. 127 ഇഖ്തർ അൽ അസ്വഹ് മിന തസ്രീഹാത്തിൽ ആത്തിയ, ഇഖ്തർ നീ തെരഞ്ഞെടുക്കുക, അൽ അസ്വഹ് ഏറ്റവും ശരിയായത്, മിന തസ്രീഹാത്തി പ്രസ്താവനകളിൽ നിന്ന്, അൽ ആത്തിയ താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ഏറ്റവും ശരിയായത് നീ തെരഞ്ഞെടുക്കുക. അലിഫ് അത്തദ്രീസു ഹിർഫത്തുൻ യന്തഖിലു മിൻ ജീലിൻ ഇലാ ജീൽ, അത്തദ്രീസു ടീച്ചിങ്, ഹിർഫത്തുൻ അതൊരു ജോലിയാണ്, യന്തഖിലു നീങ്ങുന്ന അല്ലെങ്കിൽ കൈമാറുന്ന, മിൻ ജീലിൻ ഒരു തലമുറയിൽ നിന്ന്, ഇലാ ജീലിൻ മറ്റൊരു തലമുറയിലേക്ക്, ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറുന്ന ഒരു ജോലിയാണ് അധ്യാപനം. അത്തദ്രീസു ഫന്നുൻ വ മഹാറത്തുൻ ഫി ആനിൻ വാഹിദിൻ, അത്തദ്രീസു ടീച്ചിങ്, ഫന്നുൻ കലയാണ്, വ മഹാറത്തുൻ സ്കില്ലുമാണ്, ഫി ആനിൻ വാഹിദിൻ ഒരേ സമയം തന്നെ. ഇനി അടുത്ത് നോക്കാം. അത്തദ്രീസു ഇൽമുൻ യുഖ്തബറു ഫിൽ മുഖ്തബറിൽ ഇൽമി, അത്തദ്രീസു ടീച്ചിങ്, ഇൽമുൻ ഒരു ശാസ്ത്രമാണ്, യുഖ്തബറു പരീക്ഷിക്കപ്പെടുന്ന, ഫിൽ മുഖ്തബറിൽ ഇൽമി ശാസ്ത്ര ലബോറട്ടറിയിൽ. അടുത്ത നോക്കാം. അത്തദ്രീസു ടീച്ചിങ്, അമലിയത്തുൻ മെക്കാനിക്കിയ മെക്കാനിക്കൽ പ്രവർത്തനമാണ്, തജ്രി നടക്കുന്ന, വിഫ്ഖൻ അനുസരിച്ച്, അല ബർനാമിജ് പ്രോഗ്രാമിനനുസരിച്ച്, മുഅയ്യൻ നിർണിത പ്രോഗ്രാമിനനുസരിച്ച് നടക്കുന്ന ഒരു മെക്കാനിക്കൽ പ്രവർത്തനമാണ് ടീച്ചിങ്. ഇതിലേതാണ് ശരി? ബാ എന്ന ഓപ്ഷനാണ് ശരി. അത്തദ്രീസു ഫന്നുൻ വ മഹാറത്തുൻ ഫി ആനിൻ വാഹിദിൻ. 128 തുഅദ്ദു ലുഗതു, തുഅദ്ദു എണ്ണപ്പെടുന്നു, അൽ ലുഗതു ഭാഷ പരിഗണിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അലിഫ് വസീലത്തൻ മിൻ വസായിലി കസ്ബി റിസ്ഖ്, വസീല മാർഗം, മിൻ വസായിലി മാർഗങ്ങളിൽപ്പെട്ട, കസ്ബി റിസ്ഖ് വിഭവങ്ങൾ അഥവാ സമ്പത്തൊക്കെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ് ഭാഷ. ആലത്തുൻ ഇക്തശഫഹ അൽ ഇൻസാൻ മിനൽ മഅമലി, ആലത്തുൻ ഒരു ഉപകരണമാണ്, ഇക്തശഫഹ കണ്ടുപിടിച്ച, അൽ ഇൻസാൻ മനുഷ്യൻ കണ്ടുപിടിച്ച, മിനൽ മഅമലി ലാബിൽ നിന്ന് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണത്. ജീം മീറാസൻ മിൻ മവാരീസിൽ ആബാഇ വൽ അജ്ദാദ്, മീറാസ് പൈതൃകമാണ്, ഹെറിറ്റേജ് ആണ്, മി മവാരീസി ഹെറിറ്റേജുകളിൽപ്പെട്ട അഥവാ പൈതൃകങ്ങളിൽപ്പെട്ട ഒരു പൈതൃകമാണ്. അൽ ആബാഇ വൽ അജ്ദാദി ഉപ്പമാരുടെയും വല്യപ്പന്മാരുടെ അഥവാ പരമ്പരാഗതമായി നമുക്ക് കിട്ടുന്ന ഒരു പൈതൃകമാണ് അത്. ദാല് ലാഹിറത്തുൻ മിൻ ലവാഹിരിൽ ഇജ്തിമാഇയ്യ, ലാഹിറത്തുൻ അതൊരു പ്രതിഭാസമാണ്, മിനൽ ലവാഹിരിൽ ഇജ്തിമാഇയ്യ സാമൂഹ്യ പ്രതിഭാസങ്ങളിൽപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഭാഷ. ഇതിൽ ഏതാണ് ശരി? ഉത്തരം ദാലാണ്, അഥവാ ലാഹിറത്തുൻ മിനൽ ലവാഹിരിൽ ഇജ്തിമാഇയ്യ
സാമൂഹ്യ പ്രതിഭാസങ്ങളിൽപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഭാഷ. 129 ഇഖ്തർ അൽ ഖുത്വ അസ്വഹീഹ മിനൽ ഖുത്വാത്തിൽ ആതിയ മിനൽ തദ്രീസ്. ഇഖ്തർ തെരഞ്ഞെടുക്കുക, അൽ ഖുത്വത്തു സ്റ്റെപ്പ്, അസ്വഹീഹ ശരിയായ സ്റ്റെപ്പ്, മിനൽ ഖുത്വാത്തി സ്റ്റെപ്പുകളിൽ നിന്ന്, അൽ ആതിയ താഴെ വരുന്ന സ്റ്റെപ്പുകളിൽ നിന്ന്, മിനൽ തദ്രീസ് തദ്രീസിന്റെ അഥവാ പഠിപ്പിക്കുന്നതിന്റെ സ്റ്റെപ്പുകളിൽ നിന്ന് ശരിയായ സ്റ്റെപ്പ് തിരഞ്ഞെടുക്കുക. ഓരോ സ്റ്റെപ്പായിട്ടാണല്ലോ പഠനം മുന്നോട്ട് പോകുന്നത്, അധ്യാപനം ടീച്ചിങ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അലിഫ് അത്തഖ്സീസു ഖബ്ല തദ്രീബ്. തഖ്സീസ് എന്നാൽ അസൈൻമെന്റ്, ഖബ്ല മുമ്പ്, എന്തിനു മുമ്പ്? തദ്രീബ് പരിശീലനത്തിന് മുമ്പ് അസൈൻമെന്റ് കൊടുക്കുക. അങ്ങനെയാണോ? അസൈൻമെന്റ് ഏറ്റവും അവസാനല്ലേ കൊടുക്കാറുള്ളത്? അപ്പൊ അത് തെറ്റാണ്. തദ്രീബു ഖബ്ല തംഹീദ്. തദ്രീബ് പരിശീലനം നൽകുക, പരിശീലനം, ഖബ്ല മുമ്പ്, തംഹീദ് ആമുഖത്തിന് മുമ്പ് പരിശീലനം കൊടുക്കുക. അങ്ങനല്ലല്ലോ, ആരംഭിക്കുമ്പോൾ ആദ്യം ആമുഖമാണ് പറയാ, പിന്നാണ് പരിശീലനം കുട്ടികളെ പരിശീലിപ്പിക്കുക. ജിമ് അത്തംഹീദു ഖബ്ല തഖ്ദീം. അത്തംഹീദു ആമുഖം, ഖബ്ല മുമ്പ്, അത്തഖ്ദീം വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആമുഖം പറയാ, ക്ലാസ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ആമുഖം പറയാ. ശരിയാണല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ ചെയ്യാം. ഇനി ബാക്കി കൂടി ഒന്ന് വായിച്ചു നോക്കാം. തഖ്ദീം ടെസ്റ്റ് നടത്തുക അല്ലെങ്കിൽ ഇവാലുവേഷൻ ഖബ്ല തഖ്ദീം. തഖ്ദീം എന്നാൽ വിഷയാവതരണത്തിന് മുമ്പ്, അഥവാ വിഷയം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇവാലുവേഷൻ നടത്തുക അഥവാ ടെസ്റ്റ് നടത്തുക. അത് ശരിയാണോ? അത് അല്ല. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് ജീമാണ്. വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പ്, കാര്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആമുഖം പറയുക, അതാണ് ശരി. അപ്പൊ ജീം, ഇതാണ് ടീച്ചിങ്ങിന്റെ ശരിയായ സ്റ്റെപ്പ്, ജീം. 130 ലാ ബുദ്ദ അൻ യകൂന മുദരിസുൽ ലുഗത്തിൽ അറബിയ ഫി മദാരിസി കൈരാല മുസവ്വദൻ ബിസഖാഫത്തിൻ ആലിയ ലിഅന്ന ലാ ബുദ്ദ അനിവാര്യമാണ്, അൻ യകൂന ആവൽ, മുദരിസ് അധ്യാപകൻ, അൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷാ അധ്യാപകൻ ആവണം, ആവൽ നിർബന്ധമാണ്. ഫി മദാരിസ് കേരള കേരളത്തിലെ സ്കൂളുകളിലെ അറബി ഭാഷാ അധ്യാപകൻ ആവണം. മുസവ്വദൻ ലഭ്യമായ ആളായിരിക്കണം, ഉള്ള ആളായിരിക്കണം. ബി സഖാഫത്തിൻ ആലിയ ഉന്നതമായ സംസ്കാരം. സഖാഫത്ത് എന്നാൽ സംസ്കാരം, ആലിയ ഉന്നതമായ സംസ്കാരമുള്ള ആളായിരിക്കണം കേരളത്തിലെ അറബി ഭാഷാ അധ്യാപകൻ. ലിഅന്ന അതിന് കാരണം എന്താണ്? 1 അലിഫ് തദ്രീസുൽ ലുഗത്തിൽ അറബിയ യതറക്കസു അല ഇൻഷാഇ ജീലിൻ മുസവ്വദിൻ ബിസഖാഫത്തിൽ അറബിയ. തദ്രീസ് ടീച്ചിങ്, അൽ ലുഗത്തിൽ അറബിയ അറബി ഭാഷ പഠിപ്പിക്കൽ, യതറക്കസു അത് ഊന്നൽ കൊടുക്കുന്നു, അല ഇൻഷാഇ ഉണ്ടാക്കിയെടുക്കാൻ, ജീലിൻ ഒരു തലമുറയെ, മുസവ്വദുൻ ബിസഖാഫത്തിൽ അറബിയ അറബി സംസ്കാരമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ അറബി ഭാഷ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ശരിയാണോ? ഇല്ല, അറേബ്യൻ സംസ്കാരം അല്ല, സഖാഫത്തിൻ അറബിയ അല്ല, അറബി സംസ്കാരമുള്ള ആളുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അറബി ഭാഷ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശമല്ല. തദ്രീസുൽ ലുഗ ലാ യൻഹസ്റു അലാ നഖ്ലിൽ മഅലൂമാത്ത് ബൽ യഹ്തവി അലാ നഖ്ലിൽ സഖാഫ അയ്ളൻ. തദ്രീസ് പഠിപ്പിക്കൽ, അൽ ലുഗ ഭാഷ പഠിപ്പിക്കുക എന്നത് ലാ യൻഹസ്റു അത് ഒതുങ്ങുന്നില്ല, അല നഖ്ലിൽ മഅലൂമാത്ത് കുറെ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കൽ ഒതുങ്ങുന്നില്ല ഭാഷാ പഠനം. ബൽ പക്ഷേ യഹ്തവി അല അത് ഉൾക്കൊള്ളുന്നു, നഖ്ലി സഖാഫത്തി സംസ്കാരം കൂടി പകർന്നു കൊടുക്കുന്നൻ. അയ്ളൻ എന്ന് പറഞ്ഞാൽ സംസ്കാരവും കൂടി, സംസ്കാരവും പകർന്നു കൊടുക്കുന്നുണ്ട്. ഭാഷ പഠിപ്പിക്കുമ്പോൾ കുറെ വിവരങ്ങൾ മാത്രമല്ല കൊടുക്കുന്നത്, അതുവഴി ഒരു സംസ്കാരവും കൂടി കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അധ്യാപകൻ നല്ല സംസ്കാരമുള്ള ആളായിരിക്കണം. അപ്പൊ ഏതായിരുന്നാല് ബാക്കി വായിക്കേണ്ടതില്ല, ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. തദ്രീസുൽ ലുഗത്തിൽ അറബിയ തദ്രീസുൽ ലുഗ ലാ യൻഹസ്റു അലാ നഖ്ലിൽ മഅലൂമാത്ത് ബൽ യഹ്തവി അലാ നഖ്ലി സഖാഫത്തി അയ്ളൻ. ഇതാണ് ശരിയായ ഉത്തരം. 131 അൽ ആയത്തു
വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ തശ്തമിലു അലാ മഫ്ഹൂം ലിതർബിയത്തിൽ ഖുർആനിയ ഹിയ അൽ ആയത്തു ആയത്ത് ഏതായത്ത് വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന ഈ ആയത്ത് തശ്തമിലു അല അത് ഉൾക്കൊള്ളുന്നു മഫ്ഹൂം ഒരാശയം ഉൾക്കൊള്ളുന്നു ലിതർബിയത്തി വിദ്യാഭ്യാസത്തിന് അൽ ഖുർആനിയ ഖുർആനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു ആശയം അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്താണ്? അലിഫ് അൽ ഹുരിയത്തുൽ ഇജ്തിമാഇയ അൽ ഹുരിയത്തു സ്വാതന്ത്ര്യം അൽ ഇജ്തിമാഇയ സാമൂഹ്യ സ്വാതന്ത്ര്യം സോഷ്യൽ ഫ്രീഡം അൽ മസ്ഊലിയ അൽ ഇജ്തിമാഇയ അൽ മസ്ഊലിയ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി അൽ ഇജ്തിമാഇയ സാമൂഹിക സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ജീമ് അൽ മസ്ഊലിയ റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തം അൽ ഫർദിയ വ്യക്തിഗതമായ ഉത്തരവാദിത്തം ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി അത്തദ്രീബ് അൽ ഫർദി വ്യക്തിപരമായ പരിശീലനം ഏതാണ്? ഇതിലെ ഉത്തരം ജീമാണ്. അൽ മസ്ഊലിയത്തുൽ ഫർദിയ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തെ കുറിച്ചായി പറഞ്ഞത്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ജീമാണ് ഇതിന്റെ ഉത്തരം. അൽ മസ്ഊലിയത്തുൽ ഫർദിയ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി. 132 വസീലത്തിൻ ലിത്തഅല്ലുമി ദാത്തി ഫി വസീലത്തിൻ മാർഗം ലിത്തഅല്ലുമി ദാത്തി എന്നാണ് സെൽഫ് സ്റ്റഡി സ്വയം പഠനത്തിനുള്ള മാർഗം. താഴെ പറയുന്നതിൽ സ്വയം പഠനത്തിനുള്ള മാർഗം ഏതാണ്? അലിഫ് അത്തഅല്ലും ബിൽ ബുഅദ് ഡിസ്റ്റൻസ് ലേണിംഗ്. തഅല്ലും എന്ന് പറഞ്ഞാൽ ലേണിംഗ് പഠനം, ബിൽ ബുഅദ് ഡിസ്റ്റൻസ് ലേണിംഗ് വിദൂര വിദ്യാഭ്യാസം. അത്തഅലീം അൽ മുസഗർ മൈക്രോ ടീച്ചിങ്. അൽ ഇംതിഹാൻ അസ്സനവി ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, അസ്സനവി വാർഷിക പരീക്ഷ. അൽ ഇഖ്തിബാറാത്തുൽ ഫസ്ലിയ ക്ലാസ് ടെസ്റ്റുകൾ. അപ്പൊ ഏതാണ്? ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് ഇതിന്റെ ഉത്തരം. അഥവാ അതാണ് സ്വയം പഠനത്തിന് അല്ലേ മാർഗം. സ്വയം പഠിക്കാനല്ലേ, ക്ലാസ്സിലൊന്നും പോവാതെ സ്വയം പഠനമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തഅല്ലും ബിൽ ബുഅദ് എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 133 ഇഖ്തർ അൽ അസ്വഹ് മിന തസ്രീഹാത്തിൽ ആത്തിയ. ഇഖ്തർ നീ തെരഞ്ഞെടുക്കുക, അൽ അസ്വഹ് ഏറ്റവും ശരിയായത് തെരഞ്ഞെടുക്കുക, മിന തസ്രീഹാത്തി പ്രസ്താവനകളിൽ നിന്ന്, അൽ ആത്തിയ താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ഏറ്റവും ശരിയായത് തെരഞ്ഞെടുക്കുക. അലിഫ് ലികുല്ലി ലുഗത്തിൻ അസ്വാത്തുൻ തുഅബർ ബിഹ. ലികുല്ലി ലുഗത്തിൻ ഓരോ ഭാഷക്കുമുണ്ട്, അസ്വാത്തുൻ ശബ്ദങ്ങളുണ്ട്, തുഅബർ ബിഹ പറയുന്ന ശബ്ദങ്ങൾ. ഓരോ ഭാഷയും അത് പറയുന്ന ശബ്ദങ്ങളുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഹുറൂഫുൻ തഖുസ്സു ബിഹ. ലികുല്ലി ലുഗത്തിൻ ഓരോ ഭാഷക്കുമുണ്ട്, ഹുറൂഫിന് അക്ഷരങ്ങളുണ്ട്, തഖുസ്സു ബിഹ പ്രത്യേകമായ അക്ഷരങ്ങളുണ്ട് ഓരോ ഭാഷക്കും. ലികുല്ലി ലുഗത്തിൻ ഓരോ ഭാഷക്കുമുണ്ട്, അഖാലിമുൻ പ്രദേശങ്ങളുണ്ട്, തുവഹദു ബിഹ അത് മാത്രമുള്ള ഓരോ ഭാഷക്കും ഓരോ ഭാഷയും മാത്രം സംസാരിക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. ലികുല്ലി ലുഗത്തിൻ ഓരോ ഭാഷക്കുമുണ്ട്, ഖത്തുൻ വരകളുണ്ട്, യഹുസ്സു ബിഹ പ്രത്യേകമായ. അപ്പൊ ഇതിൽ ഏറ്റവും ശരിയായിട്ടുള്ളത് അലിഫ് എന്നതാണ്. ഓരോ ഭാഷക്കും അത് സംസാരിക്കുന്നതായ അതിൻ്റെതായ ശബ്ദമുണ്ട്. അലിഫാണ് അതിൻ്റെ ഉത്തരം. 134 മരിയ മോണ്ടിസൂറി ആലിമത്തുൻ തർബവിയ തന്തമി ഇല. മരിയ മോണ്ടിസോറി ആലിമത്തുൻ പണ്ഡിതയാണ്, തർബവിയ വിദ്യാഭ്യാസ പണ്ഡിതയാണ്, തന്തമി ഇല തന്തമി അവര് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വളരെ എളുപ്പമാണല്ലോ അല്ലേ. ദാലാണ് ഉത്തരം. റൗദത്തുൽ അത്ഫാൽ കിൻഡർ ഗാർട്ടനുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസ പണ്ഡിതയാണ് മരിയ മോണ്ടിസോറി. ഇനി 135 നോക്കാം. മിൻ അഹം മസായ അൽ മനാഹിജ് ദിറാസിയ അൽ ഹാലിയ ഫി മദാരിസ് ഖൈരാല അന്നഹ. മിൻ അഹം വളരെ പ്രധാനപ്പെട്ട, മസായ വ്യതിരിക്തതകളിൽ പെട്ടതാണ്. അൽ മനാഹിജ് ദിറാസിയ എന്നാൽ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ, അൽ ഹാലിയ നിലവിലെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ, ഫി മദാരിസ് കൈരള
കേരളത്തിലെ സ്കൂളുകളിലെ നിലവിലുള്ള വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അന്നഹ അത് തതറക്കസു അല ഹുസൂലി തജാരിബ് ഖാരിജ അൻ ബിഅത്തിൽ മദ്രസ. തതറക്കസു അത് ഊന്നൽ കൊടുക്കുന്നു. തതറക്കസു എന്നാൽ അത് ഊന്നൽ കൊടുക്കുന്നു. അല ഹുസൂലി നേടുന്നതിന്, തജാരിബ് അനുഭവങ്ങൾ നേടുന്നതിന്, എക്സ്പീരിയൻസ് നേടുന്നതിന്, ഖാരിജ പുറത്ത്, അൻ ബിഅത്തിൽ മദ്രസ സ്കൂൾ അന്തരീക്ഷത്തിന് പുറത്ത്, സ്കൂളിലെ സാഹചര്യത്തിന് പുറത്ത് അനുഭവങ്ങൾ നേടുന്നതിനാണ് അത് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ശരിയാണോ? അത് ശരിയല്ല. തഹ്തമു ബി മുആലജതി ഖളായ ഇജ്തിമാഇയ വൽ ഹുസൂൽ അലാ ഹല്ലിഹ. തഹ്തമു അത് പ്രാധാന്യം കൊടുക്കുന്നു. ബി മുആലജതി കൈകാര്യം ചെയ്യുന്നതിന്, ഖളായ പ്രശ്നങ്ങളെ, ഇജ്തിമാഇയ സാമൂഹ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും, വൽ ഹുസൂൽ അലാ കരസ്ഥമാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനും, ഹല്ലിഹ അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താനും അത് പ്രാധാന്യം കൊടുക്കുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളെയും അവയുടെ പരിഹാരങ്ങളെയും ഒക്കെ അത് കൈകാര്യം ചെയ്യുന്നു. ശരിയാണ്, സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അവയുടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നിലവിലെ കേരളത്തിലെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ്. അപ്പൊ ബ ആണ് ഉത്തരം. ഓക്കെ. 136 അസ്സഈമുൽ ഹിന്ദി അല്ലദീ യറാ അന്ന തഅലീം ഹുവ മുഹാവലത്തു ഇസ്തിഖ്റാജ് അഹ്സന മിമ്മാ ലദൽ ഇൻസാനി ജിസ്മിയൻ അഖ്ലിയൻ റൂഹിയൻ. അസ്സഈം നേതാവ്, അൽ ഹിന്ദി ഇന്ത്യൻ നേതാവ്, ഒരു ഇന്ത്യൻ നേതാവ്, അല്ലദീ യറാ അഭിപ്രായപ്പെട്ട, അന്ന തീർച്ചയായും അത്തഅലീം വിദ്യാഭ്യാസം, ഹുവ അത്, മുഹാവലത്തു പരിശ്രമമാണ്. വിദ്യാഭ്യാസം എന്നാൽ അതൊരു പരിശ്രമമാണ്. എന്തിനുള്ള? ഇസ്തിഖ്റാജ് പുറത്തെടുക്കാനുള്ള പരിശ്രമമാണ്. അഹ്സൻ ഏറ്റവും നല്ലതിനെ, മിമ്മാ ലദൽ ഇൻസാൻ മനുഷ്യനിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് വിദ്യാഭ്യാസം. ജിസ്മിയൻ ശാരീരികമായിട്ടും, അഖ്ലിയൻ ബുദ്ധിപരമായിട്ടും, റൂഹിയൻ ആത്മീയമായിട്ടും. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ നേതാവ് ആരാണ്? അലിഫ് മഹാത്മാഗാന്ധി, ബ ജവഹർലാൽ നെഹ്റു, ജീമ മൗലാന അബുൽ കലാം ആസാദ്, ദാല് ദക്തൂർ അംബേദ്കർ. ഉത്തരം മഹാത്മാഗാന്ധിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. 137 വസീലത്തുൻ ലി തത്വീരി മഹാരത്തിൽ ഇസ്തിമാ ഫിൽ അറബിയ ഇൻദ ദാരിസ് ഫി കൈരാല. വസീലത്തുൻ മാർഗം, ലി തത്വീരി ഡെവലപ്പ് ചെയ്യാനുള്ള, വികസിപ്പിക്കാനുള്ള, മഹാരത്തുൽ ഇസ്തിമാ ലിസണിംഗ് സ്കിൽ അഥവാ കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വികസിപ്പിക്കാൻ, ഫിൽ അറബിയ അറബി ഭാഷ കേട്ട് മനസ്സിലാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മാർഗം, ഇൻദ ദാരിസി വിദ്യാർത്ഥിക്ക്, ഫി കേരള കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് അറബി കേട്ട് മനസ്സിലാക്കാനുള്ള ശേഷി വികസിപ്പിക്കുവാനുള്ള മാർഗം താഴെ പറയുന്നതിൽ ഏതാണ്? അലിഫ് അൽ ഇത്തിലാ ഇല മറാജിൻ അറബിയ മുതനവ്യ. അൽ ഇത്തിലാ എന്നാണ് വായിക്കുക, ഇല മറാജി റഫറൻസ് ഗ്രന്ഥങ്ങൾ, അറബി റഫറൻസ് ഗ്രന്ഥങ്ങൾ, മുതനവ്യ വ്യത്യസ്ത അറബി റഫറൻസ് ഗ്രന്ഥങ്ങൾ വായിക്കുക. ബ അൽ ഇത്തിലാ ഇല കിതാബ് ദാരിസ് ലി ലുഗത്തിൽ അറബിയ. അൽ ഇത്തിലാ വായിക്കുക, ഇല കിതാബ് ദാരിസ് ടെക്സ്റ്റ് ബുക്ക്, കിതാബ് ദാരിസ് ലി ലുഗത്തിൽ അറബിയ അറബി ഭാഷ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ജീം മുറാജഅത്ത് അർ-റായിദ് വ ദൗരിയാത്തിൽ അറബിയ. മുറാജ വായിക്കുക, അർ-റായിദ് എന്ന മാഗസിനൊക്കെ വായിക്കുക, വ ദൗരിയാത്തിൽ അറബിയ അറബി മാഗസിനുകളൊക്കെ വായിക്കുക. ദാല് മുതാബഅത്ത് ബർനാമിജ് ഇദാഇയ അറബിയ അറബി റേഡിയോ പ്രോഗ്രാമുകൾ ഫോളോ ചെയ്യുക, അത് തുടർച്ചയായിട്ട് കേൾക്കുക. അപ്പൊ ഇതിൽ ഏതാണ് കേൾക്കാനുള്ള ശേഷി അഥവാ ലിസണിങ് സ്കിൽ, കേട്ട് മനസ്സിലാക്കാനുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ, അറബി കേട്ട് മനസ്സിലാക്കാനുള്ള സ്കില്ല് വർദ്ധിപ്പിക്കാൻ ഇതിൽ പറ്റിയത് ഏതാണ്? ആദ്യത്തെ മൂന്നെണ്ണവും വായനയെ കുറിച്ചാണ് പറയുന്നത്. ദാലാണ്
റേഡിയോ പരിപാടികൾ കേൾക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ദാലാണ് അതിന്റെ ഉത്തരം. الطريقة التدريسية التي تصل بها إلى الأحكام العامة بواسطة الملاحظة والمشاهدة هي الطريقة التدريسية teaching method التي تصل بها അതുവഴി എത്തിച്ചേരുന്നു ഇലൽ അഹ്കാമിൽ ആമ പൊതു നിയമങ്ങളിലേക്ക് ബിവാസിതത്തിൽ മുലാഹദ വൽ മുശാഹദ കണ്ടുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് കുറെ ഉദാഹരണങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത് സംബന്ധമായ പൊതു നിയമങ്ങൾ കുട്ടി തന്നെ കണ്ടുപിടിക്കുന്ന ആ രീതിയിലുള്ള അധ്യാപന രീതി, ആ ടീച്ചിങ് മെത്തേഡിനെ എന്ത് പറയും? ആ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ്. ഡിഡക്റ്റീവ് മെത്തേഡ്. അത്തരീഖത്തോ അൽ ഇസ്തിഖ്റാഇയ്യ എന്നാൽ ഇൻഡക്റ്റീവ് മെത്തേഡ്. അത്തരീഖത്തു തഹ്ലീലിയ എന്നാൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. തഹ്ലീലിയ ഹല്ലുൽ മുഷ്കില എന്നും പറയാം. തരീഖത്തു തർക്കീബിയ എന്നാൽ സ്ട്രക്ചറൽ മെത്തേഡ്. അപ്പൊ ഇതിൽ ഏത് മെത്തേഡാണ് ഇങ്ങനെ ഉദാഹരണങ്ങളൊക്കെ കണ്ട് അതിൽ നിന്ന് കുട്ടി തന്നെ ഇത് എന്ത് നിയമമാണ് ഇതിൽ ഉള്ളത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കിയെടുക്കുന്ന ആ പഠന രീതിയെ എന്താണ് പറയുക? അതിനെയാണ് അത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ എന്നാണ് പറയുക, അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നു. അത്വരീഖത്തുൽ ഇസ്തിഖ്റാഇയ്യ. 139 ഹുനാ ബഅദു ത്വറായിഖ് അത്തദ്രീസിയ ഇഖ്തർ മിൻഹാ മാ തഖൂമു ബിജുഹ്ദി ദാരിസി ഫഖത്ത്. ഹുന ദാ ഇവിടെയുണ്ട് ബഅദ് ചില, അത്വറായിഖ് അത്തദ്രീസിയ ടീച്ചിങ് മെത്തേഡുകൾ. ഇവിടെ 4 ടീച്ചിങ് മെത്തേഡുകൾ കൊടുത്തിരിക്കുന്നു. ഇഖ്തർ നീ തെരഞ്ഞെടുക്കുക, മിൻഹ അവയിൽ നിന്നും, മാ തഖൂമു ബിജുഹ്ദി ദാരിസി വിദ്യാർത്ഥിയുടെ അധ്വാനം കൊണ്ട് നടക്കുന്നത്. ജുഹ്ദ് എന്നാൽ അധ്വാനം, അദ്ദാരിസി വിദ്യാർത്ഥിയുടെ അധ്വാനം കൊണ്ട് നടക്കുന്നത്. ഫഖത്ത് എന്ന് പറഞ്ഞാൽ മാത്രം, അഥവാ വിദ്യാർത്ഥിയുടെ അധ്വാനം കൊണ്ട് മാത്രം നടക്കുന്ന ടീച്ചിങ് മെത്തേഡ് ഏതാണ്? അഥവാ ആ പഠന രീതിയിൽ വിദ്യാർത്ഥി മാത്രമാണ് അധ്വാനിക്കുന്നത്. അത്തരം ഒരു പഠന രീതി, ടീച്ചിങ് മെത്തേഡ് ഏതാണ്? അത്വരീഖത്തു തർക്കീബിയ സ്ട്രക്ചറൽ മെത്തേഡ്. തർക്കീബിയ എന്നാൽ സ്ട്രക്ചറൽ മെത്തേഡ്. അത്താലീം അൽ ബർനാമജി പ്രോഗ്രാംഡ് ലേണിംഗ്. അത്താലീം എന്ന് പറഞ്ഞാൽ ലേണിംഗ്, അൽ ബർനാമജി പ്രോഗ്രാം ലേണിംഗ് അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ്. ജിമ അത്വരീഖത്തുൽ മുബാശറ ഡയറക്റ്റ് മെത്തേഡ്. അത്വരീഖ അൽ മുബാശറ എന്നാൽ ഡയറക്റ്റ്, ത്വരീഖ മെത്തേഡ് ഡയറക്റ്റ് മെത്തേഡ്. അത്വരീഖ അൽ മശ്റൂഇയ്യ പ്രൊജക്റ്റ് മെത്തേഡ്. ഇതിൽ വിദ്യാർത്ഥിയുടെ അധ്വാനം കൊണ്ട് മാത്രം പഠനം നടക്കുന്നത് ഏതാണ്? ഉത്തരം അത്താലീമുൽ ബർനാമജി ആണ്. ആണ് ഉത്തരം. പ്രോഗ്രാംഡ് ലേണിംഗ് അത്താലീമുൽ ബർനാമജി. കുട്ടി തന്നെ പഠിക്കുകയാണ്. പ്രോഗ്രാം ആ കുട്ടിക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിൽ അതിൽ ക്രമീകരിച്ചിരിക്കും. അപ്പോൾ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ടെസ്റ്റുകളിൽ കുട്ടി ജയിച്ചു കഴിഞ്ഞാൽ മാത്രം അടുത്ത ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നീങ്ങും. അതാണ് പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ. അത്വരീഖത്തുൽ മശ്റൂഇയ്യ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് മെത്തേഡ്. ഈ പ്രൊജക്റ്റ് മെത്തേഡിൽ അധ്യാപകന്റെ മേൽനോട്ടം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ആണ് ഉത്തരം. ഇനി 140 ഇഖ്തർ അൽ ഫാരിഖ് അനിൽ മജ്മൂ. ഇഖ്തർ തെരഞ്ഞെടുക്കുക, അൽ ഫാരിഖ് അനിൽ മജ്മൂ കൂട്ടത്തിൽപ്പെടാത്തത്. ഈ പറയുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? അലിഫ് അത്താലീമുൽ മുബർമജ്. അത്താലീം അൽ മുബർമജ് പ്രോഗ്രാംഡ് ലേണിംഗ്. അൽ മശ്റൂ അദ്ദാരിസി. അൽ മശ്റൂ പ്രൊജക്റ്റ് അദ്ദിറാസി. അൽ മശ്റൂ അദ്ദിറാസി പഠന പ്രൊജക്റ്റ്. അത്താലീം അൽ മുസവർ മൈക്രോ ടീച്ചിങ്. അൽ ഖുത്തത്ത് ഡാൽട്ടൺ പ്ലാൻ. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത് എന്നാണ് ചോദ്യം. ഇതിൽ ഞാനിവിടെ അലിഫിന് ശരിയിട്ടിരിക്കുന്നു. അത് ശരിയായതുകൊണ്ടല്ല, അങ്ങനെ ശരിയിട്ട് പോയതാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ജീമാണ്. അത്താലീം അൽ മുസവർ എന്നതാണ്, മൈക്രോ ടീച്ചിങ്.
ബാക്കിയുള്ളതിന്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. പ്രോഗ്രാംഡ് ലേണിംഗ് ആണെങ്കിൽ ബർനാമജി അൽ മുബർമജ് രണ്ടും ഒന്ന് തന്നെയാണ്. താലീം അൽ മുബർമജ് എന്ന് പറഞ്ഞാലും താലീം അൽ ബർനാമജി എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, താലീം അൽ മുസഗർ എന്നത് അധ്യാപനം പഠിക്കാൻ വേണ്ടിയുള്ള, അഥവാ അധ്യാപകൻ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് പരിശീലിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ശരിക്കും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. പ്രോഗ്രാംഡ് ലേണിംഗ് ആണെങ്കിലും പിന്നെ വിദ്യാർത്ഥികളുടെ പഠന പ്രൊജക്റ്റുകളാണെങ്കിലും ഡാൾട്ടൺ പ്ലാൻ ആണെങ്കിലും ഒക്കെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ താലീമുൽ മുസഗർ മൈക്രോ ടീച്ചിങ് എന്നത് അധ്യാപകനുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ അധ്യാപകൻ ഒരു B.Ed ഒക്കെ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് നടത്തുന്നത്. അപ്പോൾ അധ്യാപകന് വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോ ടീച്ചിങ്. മറ്റത് മൂന്നെണ്ണവും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 141 അൽ ഹുരിയത്തു വൽ മസ്ഊലിയത്തു ഫിക്രത്താനി മുതഅല്ലഖത്താനി വൽ അലാഖത്തു ബൈനഹുമാ. അൽ ഹുരിയത്തു ഫ്രീഡം, സ്വാതന്ത്ര്യം, വൽ മസ്ഊലിയത്തു റെസ്പോൺസിബിലിറ്റി, സ്വാതന്ത്ര്യവും റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വവും, ഫിക്രത്താനി ചിന്തകളാണ്, രണ്ട് ചിന്തകളാണ്, മുതഅല്ലഖത്താനി പരസ്പര ബന്ധിതമായ രണ്ട് ചിന്തകളാണ്, പരസ്പര ബന്ധമുള്ളവയാണ് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. വൽ അലാഖത്തു ബന്ധം, ബൈനഹുമ അവ തമ്മിലുള്ള ബന്ധം. നമ്മൾ ഈ അവകാശവും ഉത്തരവാദിത്വം എന്ന് പറഞ്ഞില്ല, അത് തന്നെയാണ് അൽ ഹുരിയത്തു വൽ മസ്ഊലിയത്തു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും. ഇവ തമ്മിൽ ബന്ധമുണ്ട്. എന്താ അവ തമ്മിലുള്ള ബന്ധം എന്നാണ് ചോദിക്കുന്നത്. അലിഫ് അലാഖത്തുൻ ഈജാബിയ, പോസിറ്റീവായ ബന്ധമാണ്. ഈജാബിയ എന്നാൽ പോസിറ്റീവായ ബന്ധമാണുള്ളത്. കുല്ലമാ സാദത്തിൽ ഊല, കുല്ലമാ സാദത്ത് വർദ്ധിക്കുമ്പോഴെല്ലാം, അൽ ഊല ഒന്നാമത്തത് അഥവാ സ്വാതന്ത്ര്യം വർദ്ധിക്കുമ്പോഴെല്ലാം, സാദത്തിൽ ഉഖ്റ രണ്ടാമത്തത് ഉത്തരവാദിത്വം വർദ്ധിക്കും. അല്ലേ? അവകാശത്തിന്റെ മറുപുറമാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം കൂടുന്നതിനനുസരിച്ച് ഉത്തരവാദിത്വവും വർദ്ധിക്കും. അതാണ് ശരിയായിട്ടുള്ളത്. ഇതാണ് ശരിയായ ഉത്തരം. ഇനി ബാക്കി വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അലാഖത്തുൻ സെൽബിയ, നെഗറ്റീവായ ബന്ധമാണുള്ളത്. കുല്ലമാസാദത്തിൽ ഊല ഒന്നാമത്തത് വർദ്ധിക്കുമ്പോഴെല്ലാം, നഖസത്തിൽ ഉഖ്റ രണ്ടാമത്തത് മറ്റേത് കുറയും. ഒന്നാമത്തത് കൂടുമ്പോൾ മറ്റേത് കുറയും. അലാഖത്തുൻ സെൽബിയ നെഗറ്റീവായ ബന്ധമാണുള്ളത്. കുല്ലമാ നഖസത്ത് അൽ ഊല ഒന്നാമത്തത് കുറയുമ്പോഴെല്ലാം, സാദത്തിൽ ഉഖ്റ രണ്ടാമത്തത് മറ്റേത് വർദ്ധിക്കും. ലൈസ ബൈനഹുമ അലാഖത്തുൻ മുബാശറ, ലൈസ ബൈനഹുമ അവ തമ്മിലില്ല, അലാഖത്തുൻ ബന്ധം, മുബാശറ നേരിട്ടുള്ള ഒരു ബന്ധവും അവ തമ്മിലില്ല എന്നാണ് അവസാനത്ത് പറയുന്നത്. അപ്പോൾ ഉത്തര അലിഫാണ്. 142 അൽ ഖുത്വത്തുൽ ഊല ലിൽ മുദരിസി ഇൻദ തദ്രീസ്. അൽ ഖുത്വത്തു സ്റ്റെപ്പ്, അൽ ഊല ഒന്നാമത്തെ സ്റ്റെപ്പ്, ലിൽ മുദരിസി അധ്യാപകന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇൻദ തദ്രീസ് പഠിപ്പിക്കുമ്പോൾ ഒന്നാമതായിട്ട് അധ്യാപകൻ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്ന് അലിഫ് ഇദാദുൽ അദവാത്ത് ദിറാസിയ അൽ മുനാസിബ ലിദർസി. ഇദാദ് തയ്യാറാക്കുക, അൽ അദവാത്ത് ടൂൾസ്, അൽ ദിറാസിയ പഠന ഉപകരണങ്ങൾ തയ്യാറാക്കുക, അൽ മുനാസിബ യോജിച്ച, ലിദർസി പഠിപ്പിക്കുന്നതിന് യോജിച്ച അല്ലെങ്കിൽ ആ ക്ലാസ്സിന് യോജിച്ച പഠനോപകരണങ്ങൾ തയ്യാറാക്കുക. എഴുതാത് കശ്ഫ് തുല്ലാബ് വ തസ്ജീലുൽ ഹുദൂർ, എഴുതാത് തയ്യാറാക്കുക, കശ്ഫ് പട്ടിക തയ്യാറാക്കുക, തുല്ലാബ് വിദ്യാർത്ഥികളുടെ, വ തസ്ജീലുൽ ഹുദൂർ ഹാജരായ ആളുകളെയൊക്കെ ഹാജരെടുക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടിക തയ്യാറാക്കുക, എന്നിട്ട് ഹാജരെടുക്കുക. തഈനുൽ അൻഷിത അദ്ദിറാസിയ ലിദ്ദർസ്, തഈൻ നിർണയിക്കുക, അൽ അൻഷിത വർക്കുകളൊക്കെ നിർണയിക്കുക, അദ്ദിറാസിയ പഠന വർക്കുകളൊക്കെ, ലിദർസി പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിനുള്ള വർക്കുകളൊക്കെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, അത് റെഡിയാക്കുക എന്നതാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആക്ടിവിറ്റി, അൻഷിത എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി എന്ന് പറയാം, വർക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റി, പഠന ആക്ടിവിറ്റികൾ തയ്യാറാക്കുക എന്നതാണ് ചെയ്യേണ്ടതെന്നാണ് ജിം പറയുന്നത്. തഹ്ദീദുൽ അഗ്റാദ് അദ്ദിറാസിയ മിനദ്ദർസ്, തഹ്ദീദ് നിർണയിക്കുക, അൽ അഗ്റാദ് ലക്ഷ്യം നിർണയിക്കുക, അദ്ദിറാസിയ പഠന ലക്ഷ്യം, മിനദ്ദർസി
ആ പാഠം പഠിപ്പിക്കുമ്പോഴുള്ള അതിൻ്റെ പഠന ലക്ഷ്യം എന്താണ് എന്ന് നിർണ്ണയിക്കുക. അതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? ഉത്തരം ദാലാണ്. തഹ്ദീദുൽ അഗ്റാദ് അദ്ദിറാസിയ മിനദ് ദർസി, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ദാലാണ് ഉത്തരം. യസിലു ത്വാലിബു ഇല അഅല മറാത്തിബ് തഅലീം ഹീനമ. 143ാമത്തെ ചോദ്യമാണ്. യസിലു എത്തിച്ചേരും, അത്വാലിബു വിദ്യാർത്ഥി എത്തിച്ചേരും, ഇല അഅല അഅല എന്നാൽ ഏറ്റവും ഉയർന്ന, മറാത്തിബ് തഅലീം പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ, മറാത്തിബ് എന്നാൽ തലം, ഗ്രേഡ്, ഏറ്റവും ഉയർന്ന തലത്തിൽ വിദ്യാർത്ഥി എത്തിച്ചേരും. ഹീനമ എപ്പോഴാണ്? യദ്കുറു മാ ദറസഹു ഇൻദൽ ഹാജത്തി. അലിഫ് യദ്കുറു അവൻ ഓർക്കുന്നു, മാ ദറസഹു അവൻ പഠിച്ചത്, ഇൻദൽ ഹാജത്തി ആവശ്യം വരുമ്പോൾ അവൻ പഠിച്ച കാര്യങ്ങൾ അവൻ ഓർക്കുന്നുവെങ്കിൽ അവൻ ഇപ്പൊ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി എന്ന് പറയാം. ബ യുഅല്ലിഖു മാ ദറസഹു ബിമഅരിഫതിഹി അസ്സാബിഖ. യുഅല്ലിഖു അവൻ ബന്ധിപ്പിക്കുമ്പോൾ, മാ ദറസഹു അവൻ പഠിച്ചതിനെ, ബിമഅരിഫതിഹി അസ്സാബിഖ അവന്റെ മുന്നറിവുമായിട്ട്, അവൻ മുമ്പ് അറിഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ പഠിച്ച കാര്യങ്ങളെ ബന്ധിപ്പിക്കാൻ അവൻ സാധിക്കുന്നുവെങ്കിൽ അവൻ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി എന്നാണ് പറയുന്നത്. യുദരിസുൽ ആഖരീന മാ ദറസഹു. യുദരിസു പഠിപ്പിക്കുന്നു അഥവാ പഠിപ്പിക്കുമ്പോൾ, അൽ ആഖരീന മറ്റുള്ളവരെ, മാ ദറസഹു അവൻ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവൻ പഠനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറയാം. യഹുല്ലു അൽ മുശാക്കിൽ അൽ മശാക്കിൽ ബി മുസാഇദതി മാ ദറസഹു. യഹുല്ലു അവൻ പരിഹരിക്കുന്നു, അൽ മശാക്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, പ്രോബ്ലം സോൾവിങ്, അവൻ പ്രോബ്ലങ്ങൾ അവൻ സോൾവ് ചെയ്യുമ്പോൾ, ബി മുസാഇദതി സഹായത്തോടെ, മാ ദറസഹു അവൻ പഠിച്ചതിൻ്റെ സഹായത്തോടെ അവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ. അപ്പോൾ ഉത്തരം ദാലാണ്. യഹുല്ലു അൽ മശാക്കിൽ ബി മുസാഇദതി മാ ദറസഹു എന്നതാണ്. പ്രോബ്ലം സോൾവിങ് എന്നതാണ് ഏറ്റവും ഉയർന്ന തലം. 144 തഹ്തമു തരീഖത്തുൽ മുഹാവല വൽ ഖത. തഹ്തമു പ്രാധാന്യം കൊടുക്കുന്നു, തരീഖത്തുൽ മുഹാവല വൽ ഖത ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. തരീഖത്ത് എന്ന് പറഞ്ഞാൽ മെത്തേഡ്, മുഹാവല എന്നാൽ ട്രയൽ, അൽ ഖത എന്ന് പറഞ്ഞാൽ എറർ. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ബി തദക്കുർ ഓർത്തു വെക്കുന്നതിന്, ബി തഖ്വീം അതുപോലെ ഇവാലുവേഷൻ നടത്തുന്നതിന്, ബി തദ്രീബ് പരിശീലനത്തിന്, ബി തംഹീദ് ആമുഖത്തിന്. ഏതിനാണ്? ഉത്തരം ജീമാണ്, പരിശീലനത്തിനാണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പ്രാധാന്യം കൊടുക്കുന്നത് പരിശീലനത്തിനാണ്, തദ്രീബിനാണ്. 145 വാഹിദത്തുൻ മിനൽ ആതിയ ഖദ്ദമ നദരിയ ഔജുഹു ദകാ അൽ മുതഅദ്ദിദ. വാഹിദത്തുൻ എന്ന ഒരാൾ, മിനൽ ആതിയ താഴെ ഉള്ളവരുടെ കൂട്ടത്തിൽ ഒരാൾ, ഖദ്ദമ അവതരിപ്പിച്ചു, നദരിയ സിദ്ധാന്തം, ഔജുഹു ദകാ അൽ മുതഅദ്ദിദ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മുതഅദ്ദിദ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ, ദകാ എന്നാൽ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അവതരിപ്പിച്ചത് താഴെ പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരാളാണ്. ആരാണ് അയാൾ? ബ്രൂണർ, ഹൊവാർഡ് ഗാർണർ, സ്കിന്നർ, വൈഗോഡ്സ്കി. ആരാണ്? ഹൊവാർഡ് ഗാർണർ ആണ്. ഹൊവാർഡ് ഗാർണർ, ബാ ആണ് ഉത്തരം. 146 വാഹിദത്തു മിനൽ ആതിയ ലൈസ മിൻ അദ്വാരിൽ മുദരിസ് അൽ ഹദീസ്. വാഹിദ ഒന്ന്, മിനൽ ആതിയ താഴെയുള്ളവയിൽ ഒന്ന്, ലൈസ അല്ല, മിൻ അദ്വാരി റോളുകളിൽ പെട്ടതല്ല, ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതല്ല, അൽ മുദരിസി അധ്യാപകന്റെ, അൽ ഹദീസ് ആധുനിക. താഴെ പറയുന്നവയിൽ ഒന്ന് ആധുനിക അധ്യാപകന്റെ റോളുകളിൽ പെട്ടതല്ല. അത് ഏതാണ്? അൽ മുഅല്ലിം അധ്യാപകൻ, മസലുൻ അഅല ഉന്നത മാതൃകയാണ്, ലി തലബത്തിഹി തന്റെ വിദ്യാർത്ഥികൾക്ക്. ശരിയാണ്, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അധ്യാപകൻ വിദ്യാർത്ഥികളുടെ ഏറ്റവും നല്ല മാതൃകയായിരിക്കണം. തന്മിയത്ത് ത്വലബ ഫി ജവാനിബിഹിം അൽ മുഖ്തലിഫ. തന്മിയത്ത് വളർച്ച, വികസനം, അത്വലബ വിദ്യാർത്ഥികളുടെ വികസനം, ഫി ജവാനിബിഹിം അൽ മുഖ്തലിഫ വ്യത്യസ്ത മേഖലകളിൽ വിദ്യാർത്ഥികളുടെ വളർച്ച ഉണ്ടാവണം, വികസനം. ശരിയാണ്, അതും ശരിയാണ്.
തൽഖീനുൽ ഹഖായിഖ് വൽ മഫാഹിം, തൽഖീൻ ചൊല്ലിക്കൊടുക്കുക, അൽ ഹഖായിഖ് ചില വിവരങ്ങൾ, ചില അറിവുകൾ, വൽ മഫാഹിം ചില ആശയങ്ങളും അറിവുകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. തഹിയ്യത്ത് ത്വലബ ലി ആലമിൽ ഗദ്, തഹിയ്യത്ത് തയ്യാറാക്കുക, ഒരുക്കുക, ത്വലബ വിദ്യാർത്ഥികളെ, ലി ആലമിൽ ഗദ് നാളത്തെ ലോകത്തിന് വേണ്ടി വിദ്യാർത്ഥികളെ ഒരുക്കുക. ഈ പറഞ്ഞ 4 ഏതാണ് ഈ ആധുനിക ലോകത്തെ ആ അധ്യാപകന്റെ പണി അല്ലാത്തത്? ഏതാണ്? ജീമാണ്. കുറെ ആശയങ്ങളും കുറെ വിവരങ്ങളും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക, കുറെ ഫാക്റ്റുകൾ ഇങ്ങനെ കുറെ ആശയങ്ങളും ഫാക്റ്റുകളും ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക എന്നതല്ല ഈ കാലഘട്ടത്തിൽ അഥവാ ആധുനിക ലോകത്തെ അധ്യാപകന്റെ ഉത്തരവാദിത്തം. അപ്പൊ ജീമാണ് ഉത്തരം. 147 മിന സുഅബാത്തില്ലത്തി യുവാജിഹുഹ മുദരിസുൽ ലുഗത്തിൽ അറബിയ ഫി കൈരല. മിന സുഅബാത്ത് പ്രയാസങ്ങളിൽ പെട്ടതാണ്, അല്ലത്തി യുവാജിഹുഹ നേരിടുന്ന, മുദരിസ് അധ്യാപകൻ, അൽ-ലുഗത്തിൽ അറബിയ അറബി ഭാഷാ അധ്യാപകൻ, ഫി കൈരള കേരളത്തിലെ അറബി ഭാഷാ അധ്യാപകൻ നേരിടുന്ന പ്രയാസങ്ങളിൽ പെട്ടതാണ്. ഏത്? താഴെയുള്ളതിൽ ഏതാണ് കേരളത്തിലെ ഒരു അറബി ഭാഷ അധ്യാപകൻ നേരിടുന്ന പ്രശ്നം? ഖില്ലത്ത് ദാരിസി അൽ-ലുഗത്തിൽ അറബിയ, ഖില്ലത്ത് കുറവ്, ദാരിസി എന്നാണ് വിദ്യാർത്ഥികളുടെ കുറവ്, അൽ-ലുഗത്തിൽ അറബിയ അറബി ഭാഷാ വിദ്യാർത്ഥികളുടെ കുറവ്. അദമ തവഫുർ ബിഅ അറബിയ മുനാസിബ, അദമ തവഫുർ ലഭ്യമല്ലാതിരിക്കുക, ബിഅത്തുൻ അറബിയ ഒരു അറബി പരിസ്ഥിതി, അറബി സാഹചര്യം, അറബി അന്തരീക്ഷം, മുനാസിബ യോജിച്ച അറബി അന്തരീക്ഷം കിട്ടുന്നില്ല. ജീമ് തദ്ഖുലു അൽ മവാദ് അൽ ഇൽമിയ, തദ്ഖുലു എന്ന് പറഞ്ഞാൽ അതിൽ ആ വിഷയത്തിൽ പ്രവേശിക്കുന്നു, അൽ മവാദ് അൽ ഇൽമിയ ശാസ്ത്ര വിഷയങ്ങൾ ഈ അറബി പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അറബി ഭാഷ മാത്രമല്ല ശാസ്ത്രവും കൂടി അധ്യാപകം പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്. തദ്ഖുലു അൽ മവാദ് അൽ ഇജ്തിമാഇയ, തദ്ഖുലു പ്രവേശിക്കുന്നു അൽ മവാദ് അൽ ഇജ്തിമാഇയ സോഷ്യൽ വിഷയങ്ങൾ കൂടി അതിൽ പ്രവേശിക്കുന്നു. ഏതാണ് ഈ അധ്യാപകൻ നേരിടുന്ന പ്രയാസങ്ങളിൽപ്പെട്ടത്? അത് ബാ ആണ്. ഒരു അറബി അന്തരീക്ഷം, യോജിച്ച അറബി പരിസ്ഥിതി അല്ലെങ്കിൽ അറബി അന്തരീക്ഷം ലഭിക്കുന്നില്ല. എല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കുട്ടി പുസ്തകത്തിൽ അറബി വായിക്കുന്നു എന്നല്ലാതെ അത് സംസാരിക്കാനും കേൾക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ്. അതാണ് അറബി അന്തരീക്ഷത്തിന്റെ കുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 148 ലാ യൻഖുസു അഹ്മിയത്തുൽ മുദരിസി മഹ്മാ തതവ്വറത്തിൽ വസായിലു ലിഅന്ന, ലാ യൻഖുസു കുറയുകയില്ല, അഹ്മിയത്ത് പ്രാധാന്യം, അൽ മുദരിസി അധ്യാപകന്റെ പ്രാധാന്യം കുറയില്ല, മഹ്മാ തതവ്വറത്ത് എത്രമാത്രം വികസിച്ചാലും, അൽ വസായിലു മീഡിയകൾ എത്രമാത്രം വികസിച്ചാലും അധ്യാപകന്റെ പ്രാധാന്യം കുറയുന്നില്ല. ലിഅന്ന കാരണം എന്താണ് അതിന്റെ കാരണം? അമലിയത്തു തദ്രീസ് ലൈസത്ത് അമലിയ മെക്കാനിക്കിയ, അമലിയത്തു തദ്രീസ് ഈ ടീച്ചിങ് എന്നത് ലൈസത്ത് അല്ല, അമലിയത്തിൻ പ്രവർത്തനമല്ല, മെക്കാനിക്കിയ ഒരു മെക്കാനിക്കൽ പ്രവർത്തനമല്ല, അത് ഒരു യാന്ത്രിക പ്രവർത്തനമല്ല, മെക്കാനിക്കൽ പ്രവർത്തനമല്ല അത്. അമലിയത്തു തഅല്ലും പഠന പ്രവർത്തനം എന്നത് ലാ തഹദുസ് അത് സംഭവിക്കുകയില്ല, ഹസ്ബ ഇറാദത്തിൽ മുദരിസി അധ്യാപകന്റെ ഉദ്ദേശത്തിനനുസരിച്ച് സംഭവിക്കുകയില്ല. അമലിയത്തു തഅല്ലും പഠന പ്രവർത്തനം തതജമ്മദു അത് ഇങ്ങനെ തതജമ്മദ് എന്ന് പറഞ്ഞാൽ മരവിച്ചു പോകും, ബിഹുളൂരിൽ മുദരിസി അധ്യാപകന്റെ സാന്നിധ്യം കൊണ്ട്. അത് ഹുളൂർ എന്നാൽ സാന്നിധ്യം, അധ്യാപകന്റെ സാന്നിധ്യം കൊണ്ട് പഠന പ്രവർത്തനം മരവിച്ചു പോകും. അമലിയത്തു തദ്രീസ് തഹ്താജ് ഇലാ വസായിൽ മുതഅദ്ദിദ, അമലിയത്തു തദ്രീസ് പഠന പ്രവർത്തനം തഹ്താജു ആവശ്യമാണ്, അതിനാവശ്യമാണ്, വസായിൽ മീഡിയകൾ ആവശ്യമാണ്, മുതഅദ്ദിദ നിരവധി മീഡിയകൾ ആവശ്യമാണ് പഠന പ്രവർത്തനത്തിന്. ഈ അവസാനം പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമല്ല. എത്രമാത്രം മീഡിയകൾ വികസിച്ചാലും അധ്യാപകന്റെ പ്രാധാന്യം കുറയുന്നില്ല. കാരണം എന്താണ്? മീഡിയകൾക്ക് മാത്രമായിട്ട് ഈ ടീച്ചിങ് നടത്താൻ സാധിക്കില്ല. കാരണം ടീച്ചിങ് എന്നത് ഒരു മെക്കാനിക്കൽ പ്രവർത്തനമല്ല എന്നുള്ളത് കൊണ്ടാണ്. അമലിയത്തു തദ്രീസ്
ആ പഠന പ്രവർത്തനം ലൈസത്ത് അമലിയത്ത് മെക്കാനിക്കിയ, ഒരു മെക്കാനിക്കൽ പ്രവർത്തനമല്ല. അതുകൊണ്ട് മീഡിയ എത്രമാത്രം വികസിച്ചാലും അധ്യാപകന്റെ പ്രാധാന്യം കുറയാൻ പോകുന്നില്ല. 149 യുഷീറു ഖാനൂനുൽ അസർ വൻ നതീജ ഇല അഹ്മിയത്തി. യുഷീറു സൂചിപ്പിക്കുന്നു, ഖാനൂനുൽ അസർ വൻ നതീജ. ഖാനൂൻ എന്നാൽ ലോ, നിയമം. അൽ അസർ എന്നാൽ എഫക്റ്റ്, ലോ ഓഫ് എഫക്റ്റ്. വൻ നതീജ, നതീജ എന്നാൽ കോൺസിക്വൻസ് അഥവാ ലോ ഓഫ് എഫക്റ്റ് അഥവാ ഫല നിയമം. തൊണ്ടൈക്കിന്റെ ലോ ഓഫ് എഫക്റ്റ് നമുക്കറിയാമല്ലോ. അത് സൂചിപ്പിക്കുന്നത് ഇലാ അഹ്മിയത്തി, പ്രാധാന്യത്തെ കുറിച്ചാണ്. എന്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്? തൊണ്ടൈക്കിന്റെ ലോ ഓഫ് എഫക്റ്റ് അഥവാ ഫല നിയമം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്ന് അൽ അലിഫ് അൽ മഷ്റൂ ദിറാസി, പഠന. മഷ്റൂ എന്നാൽ പ്രൊജക്ട്, പഠന പ്രൊജക്ട്. അൽ വാജിബാത്തുൽ മൻസിലിയ, ഹോംവർക്ക്. അൽ ഹിസാബ് വൽ ഇഖാബ്, ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണ അല്ലെങ്കിൽ ചോദ്യങ്ങൾ. വൽ ഇഖാബ്, ശിക്ഷ. ദാല് അത്തസ്ജീഅ് വൽ മുകാഫആത്ത്, തസ്ജീഅ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം. വൽ മുകാഫആത്ത്, സമ്മാനങ്ങൾ. ഏതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് തൊണ്ടൈക്കിന്റെ ഫല നിയമം പറയുന്നത് അഥവാ ലോ ഓഫ് എഫക്റ്റ് പറയുന്നത്? ഉത്തരം ദാലാണ്. അത്തസ്ജീഅ് വൽ മുകാഫആത്ത്, പ്രോത്സാഹനത്തിന്റെയും സമ്മാനത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മജല്ലത്തുൻ തുസാഇദു അലാ തത്വീരി മിൽക്കത്തിൽ മുതാലഅ ഇൻദ തുല്ലാബിൽ മദ്രസ അൽ ഇബ്തിദായിയ. മജല്ലത്തുൻ മാഗസിൻ, തുസാഇദു സഹായിക്കുന്ന, അലാ തത്വീരി വികസിപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന, മിൽക്കത്ത് ടാലന്റ് കഴിവിനെ, അൽ മുതാലഅ വായനാ കഴിവിനെ വികസിപ്പിക്കാൻ, ഇന്ദ തുല്ലാബിൽ മദ്രസ ലിബ്തിദായ. മദ്രസ ലിബ്തിദായ എന്നാൽ പ്രൈമറി സ്കൂൾ. തുല്ലാബ് വിദ്യാർത്ഥികൾ. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ വായനാ കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാഗസിൻ താഴെ പറയുന്നതിൽ ഏതാണ്? അലിഫ് മജല്ലത്തുൻ സഖാഫിയ, മജല്ല മാഗസിൻ. സഖാഫിയ സാംസ്കാരിക മാഗസിൻ. മജല്ലത്തുൽ അത്ഫാൽ കുട്ടികളുടെ മാഗസിൻ. മജല്ലത്തുൻ സിയാസിയ രാഷ്ട്രീയ മാഗസിൻ. മജല്ലത്തുൻ ദീനിയ മതപരമായ മാഗസിൻ. ഏതാണ് കുട്ടികളുടെ വായനാശേഷി വികസിപ്പിക്കാൻ, വായനാപരമായ കുട്ടികളുടെ കഴിവ് വികസിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? പ്രൈമറി വിദ്യാർത്ഥികളുടേതാണ് ഉദ്ദേശിക്കുന്നത്. അത് മജല്ലത്തുൽ അത്ഫാലാണ്, കുട്ടികളുടെ മാഗസിനാണ് അവർക്ക് വേണ്ടത്.